അല്ല ഈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വനിതാ ഉദ്യോഗസ്ഥർ അടക്കം എത്തിയാണ് ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ 1 മണിക്കൂറിൻ്റെ അടുത്ത സമയമായി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ വനിതാ ഉദ്യോഗസ്ഥർ അടക്കം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിലവിൽ അന്ന് ഈ ആക്രമണം നടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ കടയടക്കമുള്ള സംവിധാനങ്ങളുടെയൊക്കെ ഉടമസ്ഥരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയാണ്, എന്തൊക്കെയാണ് അന്ന് നടന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ തേടുന്നു. അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അത്തരം നടപടികൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നടക്കം മനസ്സിലാവുന്നത്. അത്തരത്തിൽ CRPF-ന്റെ അടക്കം ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ എത്തിക്കൊണ്ട് ഈ നിരീക്ഷണവും അപ്പം ഈ കാര്യങ്ങളും പരിശോധിക്കുന്നത്. CRPF-ലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ കൂടി ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇവർ എത്തുന്ന പശ്ചാത്തലത്തിലാണ് തൽക്കാലം മാധ്യമപ്രവർത്തകരെ അടക്കം ഈ ബൈസണിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഈ കവാടത്തിന് പുറത്ത് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. വിമാനങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ പ്രത്യേകിച്ച് ഈ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ആളുകൾ ഇന്ത്യയുടെയും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ആളുകൾ ഇങ്ങോട്ട് എത്തിയത്. കഴിഞ്ഞ ദിവസം ആ ആളുകൾക്ക് നേരെയാണ് ഭീകര ആക്രമണം ഉണ്ടായത്. അത്തരത്തിൽ രാജ്യത്തെ നടുക്കിയ ആ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അത്തരത്തിൽ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വലിയ പൈൻ മരങ്ങളുണ്ട്, വലിയ മനോഹരമായ മലനിരകളുണ്ട്, മലനിരകളിൽ മഞ്ഞ് വീണിട്ടുണ്ട്. അത്തരത്തിൽ മനോഹരമായ കാഴ്ചകൾ ബൈസൺ നമുക്ക് ഇപ്പോൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാഴ്ചകൾ കാണാൻ വിനോദസഞ്ചാരികൾക്ക് ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രധാനമായി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോര ഇപ്പോഴും അന്ന് വെടിയേറ്റ് ആളുകൾ മരിച്ചു വീണതിൻ്റെ ചോരപ്പാടുകൾ ഇപ്പോഴും ഇവിടെ ഉണങ്ങിയിട്ടില്ല. അതിപ്പോഴും ഇവിടെ അതേപടി തന്നെ തുടരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങൾ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. കാരണം അന്ന് ഈ ഒച്ചപ്പാടും ബഹളവും അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ആളുകൾ അവരുടെ ചെരുപ്പുകളൊക്കെ എറിഞ്ഞ് ഉപേക്ഷിച്ച് പോയ കാഴ്ചകളുണ്ട്. അതോടൊപ്പം അത്തരത്തിൽ ആളുകളുടെ ചെരുപ്പുകൾ, പേഴ്സുകൾ, ബാഗുകളൊക്കെ വിവിധ ഇടങ്ങളിൽ ഈ വഴികളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബൈസൺ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരം. പ്രത്യേകിച്ച് കുതിരപ്പുറത്തുമൊക്കെയാണ് ഇങ്ങോട്ട് എത്തേണ്ടത്. പക്ഷേ അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരുന്ന ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ആർക്കും എത്താൻ കഴിച്ച സാഹചര്യമാണുള്ളത്. ഈ വഴികളിലൂടെയാണ് ആളുകൾ ഈ കാണുന്നതാണ് ബൈസണിൻ്റെ പ്രധാന കവാടം. അതിനുശേഷം ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഇതിലൂടെയാണ് ആളുകൾ എന്താണെങ്കിലും ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറം മാറിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ചെളി ചവിട്ടിയ പാടുകൾ, അതോടൊപ്പം തന്നെ കുതിരക്കുളമ്പിൻ്റെ പാടുകളൊക്കെ നിരന്തരം കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ തരത്തിൽ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ എന്താണെങ്കിലും വലിയ ദുഃഖമായി, രാജ്യത്തിന് ദുഃഖമായി തന്നെ ബൈസൺ മാറിയിരിക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ ആളുകൾ ഇരുന്നുകൊണ്ട് അവർ സന്തോഷം പകരുന്ന കാഴ്ചയും ദൃശ്യങ്ങളൊക്കെ വിവിധ ഘട്ടങ്ങളിലായി നമ്മൾ ഒരുപാട് ആളുകൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ വിജനമാണ്. അത്തരത്തിൽ വലിയ പ്രത്യേകിച്ച് മിനി സ്വിറ്റ്സർലാൻഡ് എന്നും അതോടൊപ്പം തന്നെ സ്വർഗം എന്നുമൊക്കെ ആളുകൾ വിളിച്ചിരുന്ന നോബിൾ എന്തായാലും ദൃശ്യങ്ങൾ പകർത്തുക, അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക.